ഹലോ മക്കളെ, പല കുട്ടികൾക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ ഫോർമൽ ലെറ്റർ എഴുതുക എന്നുള്ളത്. എന്താണ് ഈ ഫോർമൽ ലെറ്റർ? നിങ്ങൾ ഫോർമൽ ഡ്രസ്സ്, ഇൻഫോർമൽ ഡ്രസ്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? വലിയ ഇൻസൈഡ് ഒക്കെ ചെയ്തിട്ട് പുറത്ത് പോകുമ്പോൾ ഭയങ്കര ഫോർമൽ ലുക്കിലാണല്ലോ എന്നൊക്കെ പറയാറുണ്ടല്ലേ ആൾക്കാർ. അപ്പോൾ ഫോർമൽ, ഇൻഫോർമൽ. ഫോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫീസർക്കോ അല്ലെങ്കിൽ മുകളിലുള്ള ഒരു മേലാധികാരിക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഇൻ പവറിലുള്ള ആർക്കെങ്കിലും നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഒരു റിക്വസ്റ്റ് പറയാൻ വേണ്ടിയിട്ടോ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു 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 വിഷയം സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇഷ്യൂ അറിവിൽപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എഴുതുന്ന ലെറ്ററിനെയാണ് നമ്മൾ ഫോർമൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫോർമൽ ലെറ്റർ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് ഫോർമൽ ലെറ്റേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് ഫോർമൽ ലെറ്റേഴ്സ് പഠിക്കാം. എങ്ങനെയാണ്? ലെറ്റർ ടു ദ എഡിറ്റർ ഏഞ്ചൽ മാഗി. ഞാനൊരു സാമ്പിൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമല്ല. ഇതെന്താണ്? ഇത് പുറത്തുനിന്ന് ചോദ്യം എടുത്ത് ചെയ്തതാണ് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം എങ്ങനെയാണ് ഫോർമൽ ലെറ്റർ എഴുതാൻ നോക്കാം. സ്റ്റിക്ക് ടു ദ മെയിൻ പോയിന്റ്, അവോയ്ഡ് അൺനെസസറി ഡീറ്റെയിൽസ്. ഈ കാഷ്വൽ ലെറ്റർ നമ്മൾ എഴുതാറുണ്ട്. നമ്മുടെ ഫ്രണ്ട്സിന് നമ്മൾ ലെറ്റർ എഴുതാറുണ്ടല്ലേ, എന്തൊക്കെയുണ്ട്, സുഖമാണോ, അവിടെ എന്തൊക്കെയുണ്ട്, മഴ പെയ്യാറുണ്ടോ, അങ്ങനത്തെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഫോർമൽ ലെറ്ററിൽ ഉൾപ്പെടുത്താൻ പാടില്ല. വേർഡ്സ് ലൈക്ക് റിക്വസ്റ്റ്, റിക്വയർ, അപ്രീഷിയേറ്റ്, റിഗാർഡിംഗ്, റിഗ്രറ്റ്, ഇൻഫോം, എൻക്ലോസ്, ഇങ്ങനത്തെ വേർഡ്സ് വൊക്കാബുലറി നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, ഫോർമൽ ലെറ്റർ ആണ്. അപ്പം നമ്മൾ ആ ഒരു ഗ്രാൻഡ്യൂർ, ആ ഒരു ഗാംഭീര്യം നമ്മൾ കീപ്പ് ചെയ്യണം. ഓക്കെ ഇല്ലേ? അടുത്തത് സ്റ്റാർട്ടിങ് ദ ലെറ്റർ. ആദ്യം തന്നെ ലെറ്റർ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എങ്ങനെ തുടങ്ങണം? ഐ ആം റൈറ്റിംഗ് ടു. ഞാൻ ഇത് എഴുതുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഐ ആം റൈറ്റിംഗ് വിത്ത് റെഫറൻസ് ടു. ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. ഐ വുഡ് ലൈക്ക് ടു ഡ്രോ യുവർ അറ്റൻഷൻ ടു. നിങ്ങളെ ശ്രദ്ധ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വിഷ് ടു ഇൻഫോം യു ദാറ്റ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ഫോർമൽ ലെറ്റർ തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. നിങ്ങൾക്ക് ഫോർമൽ ലെറ്ററിന്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ 4 സെന്റൻസിൽ ഏത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ മേക്കിംഗ് റിക്വസ്റ്റ്. എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് നിങ്ങൾ ആ ഫോർമൽ ലെറ്റർ പറയുന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു സെന്റൻസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, അടുത്തത് നിങ്ങൾക്ക് എന്തെങ്കിലും റിഗ്രറ്റ് പറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു സങ്കടം പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൽ ഏതെങ്കിലും ഒരു സെന്റൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയ കുറച്ച് സെന്റൻസസ് ഞാൻ തരുന്നുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. നിങ്ങൾ എക്സാമിന് എഴുതി വെച്ച് പഠിച്ചു നോക്കുക. ഓക്കെ, ഗിവിംഗ് ഇൻഫർമേഷൻ, അതായത് ഐ എം പ്ലീസ്ഡ് ടു ഇൻഫോം യു ദാറ്റ്. നിങ്ങളെ അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുതുന്നത്. ഇനി ആ ലെറ്റർ അവസാനിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? യെസ്, അവസാനിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ ടു ദിസ് മാറ്റർ. നിങ്ങൾ ഈ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ കൊടുത്തത് നിങ്ങൾക്ക് നന്ദി. ഐ ലുക്ക് ഫോർവേഡ് ടു യുവർ പ്രോംപ്റ്റ് റെസ്പോൺസ് അല്ലെങ്കിൽ ഫീഡ്ബാക്ക്. നിങ്ങളെ മറുപടിക്ക് വേണ്ടി ഞാൻ കാത്തു നിൽക്കുന്നു. യുവർ ഫെയ്ത്ത്ഫുള്ളി എന്ന് എഴുതുന്ന സമയത്ത് നമുക്ക് ആരറിയില്ല, റെസിപ്പിയൻസ് നെയിം അറിയില്ല. അതായത് ആളെ അറിയാത്ത നേരത്താണെങ്കിൽ, എഴുതുന്ന ആളെ അറിയാത്ത നേരമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യുവർ ഫെയ്ത്ത്ഫുള്ളി എഴുതണം. യുവർ സിൻസിയർലി എന്ന് എഴുതുന്ന സമയത്ത് നമുക്ക് റെസിപ്പിയന്റിന്റെ പേര് അറിയുമെങ്കിൽ, എഴുതുന്ന ആൾ നമുക്ക് അറിയുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു സിൻസിയർലി എന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമുക്ക് ഡയറക്റ്റ് കണക്ഷൻ ഉള്ള ആളാണെങ്കിൽ. ഓക്കെ, അപ്പം ഇതാണ് ഒരു ഫോർമൽ ലെറ്ററിന്റെ എന്തെന്ന് പറയുന്നത്, ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഫോർമാറ്റ് ഒന്ന് നോക്കാം. ആദ്യം എന്ത് വേണം? സെൻഡേഴ്സ് അഡ്രസ്സ് വേണം. നിങ്ങളിവിടെ ഫ്രം കാണുന്നുണ്ടോ? പിന്നെ ഡേറ്റ് വേണം. നിങ്ങളിവിടെ ഡേറ്റ് കാണുന്നുണ്ടോ? പിന്നെ അഡ്രസ്സ് വന്നിട്ടുണ്ട്. ആരാണ് അയക്കുന്നത് എന്നുള്ള അഡ്രസ്സ് ഇവിടെ വന്നിട്ടുണ്ട്. സല്യൂട്ടേഷൻ, അതാണ് ആ ഒരു ഗ്രീറ്റിംഗ്സ് അല്ലേ, സർ അല്ലെങ്കിൽ മാഡം അല്ലെങ്കിൽ ഡിയർ സർ അല്ലെങ്കിൽ ഡിയർ മാഡം, റെസ്പെക്റ്റഡ് സർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അടുത്തത് റീസൺ ഫോർ റൈറ്റിംഗ് ദ ലെറ്റർ. എന്തിനാണ് ഈ ലെറ്റർ എഴുതുന്നതെന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഫീലിങ്സ് ആൻഡ് ആർഗ്യുമെന്റ്സ്, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളും ആർഗ്യുമെന്റ്സ്. അടുത്തത് സജഷൻ ആൻഡ് ഒപ്പീനിയൻസ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യങ്ങൾ, ഓക്കെ, നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ള കാര്യങ്ങൾ. ലാസ്റ്റ് സബ്സ്ക്രിപ്ഷൻ എന്ന പേരിൽ വന്നിട്ടുള്ളത് ഈ ഒരു ലാസ്റ്റ് സൈനിങ് ആണ് കേട്ടോ. അവിടെ നമ്മൾ നിങ്ങളുടെ സ്വന്തം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതാറില്ലേ, അതാണ് അവിടെ തന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇതേ ഫോർമാറ്റിൽ ഞാനൊരു ലെറ്റർ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? യെസ്, ലെറ്റർ ടു ദ എഡിറ്റർ ആണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. യെസ്, ഞാൻ ആദ്യം നിങ്ങൾ കാണിച്ചു തന്നില്ലേ, ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഞാൻ എഴുതിയ ക്വസ്റ്റ്യൻ ഇതാണ്. ഇതേ ഫോർമാറ്റിൽ ഞാനൊരു ലെറ്റർ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, എന്താണ് ഇവിടെ തന്നിട്ടുള്ളത് നോക്കാം. യെസ്, സെൻഡേഴ്സ് അഡ്രസ് ഇവിടെ തന്നിട്ടുണ്ട്. ഫ്രം ആദർശ് എസ്, റോസ് വില്ല, എം ജി റോഡ്, ബ്ലാക്ക് 12, കൊച്ചി. യെസ്, അതാണ്. ഡേറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഡേറ്റ് ഒന്നും എഴുതാൻ പാടില്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്, ഓൾറെഡി എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ. റിസർവേഴ്സ് അഡ്രസ് ഉണ്ട്. ടു ആർക്കാണ് അയക്കുന്നത്? ദ എഡിറ്റർ, നാഷണൽ ഹെറാൾഡ് കൊച്ചി. കൊച്ചിയിലെ നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്ന ഒരു എഡിറ്റർക്കാണ് നമ്മൾ ഇത് അയക്കുന്നത്. സല്യൂട്ടേഷൻ എന്താണ്? സർ. റീസൺ ഫോർ റൈറ്റിംഗ് ദ ലെറ്റർ, ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ഷെയർ മൈ തോട്ട്സ് ഓൺ ദ ഇൻക്ലൂഷൻ ഓഫ് ദ സ്റ്റോറി ദ ഏഞ്ചൽ ഇൻ ഡിസ്ഗൈസ് ഇൻ അവർ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക്. നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു പാഠം ഉൾപ്പെടുത്തിയതിൽ എൻ്റെ ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാനൊരു കത്ത് എഴുതുന്നത്. ഐ വാസ് ഡീപ്ലി മൂവ്ഡ് ബൈ ദ അറൈവൽ ഓഫ് ദ ലിറ്റിൽ ഏഞ്ചൽ. അങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു പാഠത്തിനെ കുറിച്ച്
പറയുന്നുണ്ട്. ഫീലിങ്സ് ആൻഡ് ആർഗ്യുമെന്റ്സ് എന്തൊക്കെ തോന്നുന്നുണ്ട് എന്ന് നമ്മൾ പറയണം. ഓക്കെ, നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പറയണം. നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ സജഷൻസ്. ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് സച്ച് സ്റ്റോറീസ് ആർ എസെൻഷ്യൽ ഫോർ സ്റ്റുഡൻസ് ടു ഡെവലപ്പ് എംപതി. ഇങ്ങനത്തെ സ്റ്റോറീസ് ഒക്കെയാണ് കുട്ടികളിൽ എംപതി ഉണ്ടാക്കിയെടുക്കുന്നത്, സഹാനുഭൂതി ഉണ്ടാക്കിയെടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ സ്വന്തം SD അദർശസ്. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു ലെറ്റർ എൻഡ് ചെയ്യുന്നത്. അപ്പൊ ലെറ്ററിന്റെ ഫോർമാറ്റ് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇതേ ഫോർമാറ്റിൽ ഒന്ന് എഴുതി നോക്കുക. ഫോർമൽ ലെറ്റർ എന്താണ് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പത്തിൽ സിമ്പിൾ ആയിട്ട് നമ്മൾ ഫോർമൽ ലെറ്റർ പറഞ്ഞിരിക്കുന്നു. സോ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.